മുലയൂട്ടുന്ന സ്ത്രീകളടക്കം കഴുത്തറുത്ത് കൊന്നു. കോങ്കോയിലെ ആശുപത്രിയിൽ ഭീകരാക്രമണം, 17 പേർ കൊല്ലപ്പെട്ടു. ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇവരും മുല കുടിച്ചിട്ടൊക്കെയല്ലേ വളർന്നത്. ഇത്ര ഭീകര ആക്രമണം ചിന്തിച്ചിട്ട് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ്. പാലസ്തീനിലെ ആക്രമണം, അതുപോലെ ഇപ്പോൾ കോങ്കോയിലെ NDA ആക്രമണം. ഇവരെന്ത് നേടും ഈ കൊല ചെയ്തിട്ട്? എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത്? അതൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സമാധാനവും സുഖവും കിട്ടുമെന്നൊക്കെ മറ്റുള്ളവരെ കൊന്നിട്ട് നിങ്ങൾ ഈ വിചാരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ ശവപ്പെട്ടിയിലേക്കുള്ള ആണിക്കല്ലുകളാണ്. ശവപ്പെട്ടിയിലേക്കുള്ള പോക്ക് തന്നെയാണ്. നിങ്ങളുടെ ശവപ്പെട്ടിയിലെ ആണികൾ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ തറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാവങ്ങൾ, എത്ര ഭീകരാക്രമണം ഓരോന്നും ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ തോന്നുന്നത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്നറിയില്ല. നമ്മളൊക്കെയാണെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോ സഹോദരിയൊക്കെയാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതെന്ന് നോക്കുക, ഭാര്യയോ സഹോദരിയോ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തിനീ ഭീകര പ്രവർത്തനം ഇവർ ചെയ്യുന്നു? എന്താണ് ഇവരുടെ മാനസികാവസ്ഥ? ഇത്ര ക്രൂരത ചെയ്യാൻ ആരാണ് ഇതിൽ വിധിച്ചത്? ലോകം എത്രയാണ്? ഇന്നാളൊരു പാലസ്തീനാണ് വേറെ ഏതൊരു രാജ്യത്ത് ഇങ്ങനെ ബോംബ് പൊട്ടിത്തെറിയുമ്പോൾ ശരീരങ്ങൾ ചിന്നിച്ചിതറണൊക്കെ. അപ്പോൾ ആലോചിച്ച് നോക്കി, അത് ഏത് രാജ്യമാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ലോകം ഇങ്ങനെ മാറിപ്പോയത്? എന്താകും ഈ ലോകത്തിൻ്റെ അവസ്ഥ? ഓരോ ദിവസവും ഭീകരം പേടിയാണ്. നമ്മൾക്കും എതിരെ ആക്രമണം വരുന്നത് അധികം വിദൂരമല്ല. തീർച്ചയായിട്ടും ഇതിനൊക്കെയുള്ള ശിക്ഷ എവിടെ കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കോടതിയിൽ കൊടുക്കട്ടെ.